ഗായ്സ് വെൽക്കം ബാക്ക് മച്ചാൻ പറ്റും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഒരു കിടിലിന് അപ്ഡേറ്റും മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ കൊനാമി കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഏകദേശം ഇപ്പം എന്താ പറയുക, ഞാനും നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ മച്ചാൻ പറ്റും. നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഒരു പുതിയ ക്യാമ്പയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് മാച്ച് കളിച്ചിട്ട് മാച്ച് അല്ല അല്ലാണ്ട് തന്നെ ബിഗിനർ ആ മോഡ് കളിച്ചിട്ട് നിങ്ങളെല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മച്ചാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ രാത്രി ലൈവ് വരുമ്പോൾ ഗൈസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താ അറിയോ, കോമാച്ച് ആണോ വേണ്ടത്, 1 vs 1 ആണോ വേണ്ടത്, അല്ലെങ്കിൽ റാങ്ക് പുഷ് ചെയ്യണോ, ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നമുക്ക് കമൻറ്റ് അനുസരിച്ച് അത് ചെയ്യാം കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല മച്ചാൻ പറ്റും, കുറേ പേർക്ക് റാങ്ക് പുഷ് ഇഷ്ടം, അതുപോലെ കുറച്ച് പേർക്ക് 1 vs 1 ഇഷ്ടം, കുറച്ച് പേർക്ക് കോമാച്ച് ഇഷ്ടമുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മൾ കമൻറ്റ് അനുസരിച്ച് നോക്കിയിട്ട് നമുക്ക് റെഡിയാക്കാം. അതേപോലെ മച്ചാൻ പറ്റും ഈ ഗിവ് അവേ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ മച്ചാൻ പറ്റും നമുക്ക് ആ ഒരു പാക്കിനുള്ളിലുള്ള ലാസ്റ്റ് ആയിട്ടുള്ള ഇതൊരു ജസ്റ്റ് പ്രഡിക്ഷൻ മാത്രമാണ് ഗൈസ്. പക്ഷേ ഏകദേശം ഈ ഒരു കാർഡുകളൊക്കെ വരാനുള്ള കൺഫേം ആയിട്ടുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ആ ഒരു കാർഡിനെ പറ്റി പറയാം. അപ്പോൾ മച്ചാന്മാർ ആദ്യം തന്നെ പറയാൻ പോണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ ഇതിൽ ബിഗിനർ, അതുപോലെ തന്നെ അമേറ്റർ, പിന്നെ ലെജൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ട പ്ലേയേഴ്സിന് എടുക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എടുത്തത് നമ്മുടെ വൈറ്റിനെ ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ആരും എടുത്തെന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കുറേ പേരൊക്കെ നമ്മുടെ ഹവാർഡ്സിനെയും അതേപോലെ തന്നെ ഇതിനെ എടുത്തായിരുന്നു. അപ്പോൾ മച്ചാന്മാർ ഈ പ്രാവശ്യവും നിങ്ങളെല്ലാവരും കണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ, അതായത് ബോക്സ് ഡ്രോ ആണോ സെലക്ഷൻ കോൺട്രാക്റ്റ് ആണോ നിങ്ങൾ ചോദിക്കുന്നത്. എന്തായാലും മച്ചാന്മാർ എൻ്റെ ഒരു ഇത് പറയുന്നത്, എനിക്ക് തോന്നുന്നു സെലക്ഷൻ കോൺട്രാക്റ്റ്, അതായത് എന്താ പറയുക, നമ്മൾ ഫ്രീ ട്രൈ കറക്കിയതിന് ശേഷം സെലക്ഷൻ കോൺട്രാക്ട് ഒരെണ്ണം വെക്കുന്നതായിരിക്കും നല്ലത്. കാരണം കുറേ, അതായത് നിങ്ങൾക്കറിയാം 50 എന്താ പറയുക 50 ആണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും അടിക്കുക. കാരണം എനിക്ക് അടിച്ചിട്ടുണ്ട് നമ്മുടെ 50 ട്രൈയിൽ നിന്ന് ഒരു 6-7 എപ്പിക്ക് അടിച്ചിട്ടുണ്ട്. നമ്മുടെ ബ്രസീൽ പാക്ക് വന്നായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കാഫു, റോബർട്ടോ കാർലോസ്, ഡെനിൽസൺ, ഇങ്ങനെ കുറച്ച് പാക്കുകൾ വന്നായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലുള്ള പോലെ 50 വന്നു കഴിഞ്ഞാൽ അടിക്കാനുള്ള വളരെ ചാൻസ് കൂടുതലാണ്. 100-150 ആയി കഴിഞ്ഞാൽ ചാൻസ് കുറയുന്നല്ല, കിട്ടും, പക്ഷേ വളരെയധികം ചാൻസ് കുറവാണ്. അപ്പം മച്ചാന്മാരെ ഞാൻ ഓൾറെഡി നമ്മുടെ 2000 കോയിൻ പൊട്ടിച്ചിട്ടുണ്ട് നമ്മുടെ പാക്ക് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട്. അപ്പം എന്തായാലും മച്ചാന്മാരെ ഉറപ്പായിട്ടും ഇതിൻ്റെ ചാൻസ് കൂടുതൽ സെലക്ഷൻ കോൺട്രാക്ട് വരാനാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അതേപോലെ മച്ചാന്മാരെ നിങ്ങൾ കുറച്ച് പേര് എനിക്കറിയാം ഓൾറെഡി ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റൊണാൾഡോൻ്റെ കാർഡ് വരുമെന്ന്. കാരണം ഇങ്ങനെ ഒരു എഡിറ്റൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു. അപ്പം ഇത് ജസ്റ്റ് എഡിറ്റഡ് വേർഷൻ ആണെന്ന് വെച്ചാൽ മതി. ഈ ഒരു കാർഡിൽ നമ്മുടെ റൊണാൾഡോൻ്റെ കാർഡ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഇങ്ങനെ ഒരു നല്ല കാർഡിനായിട്ട്. അതേപോലെ തന്നെ വെച്ചാൽ മതി കുറച്ച് പേര് ചോദിച്ചു ഇതുപോലെ പോഡ്വേ കാർഡ് ആക്കിയിട്ട് പണി തരുമെന്ന്. ഇതായിരിക്കില്ല മിക്കവാറും, ഇതാരോ കൺസെപ്റ്റ് ആർട്ടിന് വേണ്ടി പറ്റിച്ചതാണ് സംഭവം. കുറേ പേര് ഇത് കണ്ടിട്ട് ചോദിച്ചായിരുന്നു. ഇത് മൊത്തം ബ്രൂണോ ഫെർണാണ്ടസ് കിടക്കുന്നത്. അപ്പം ഇതാരോ ഫേക്ക് അടിച്ചതാണ്. കാരണം കറക്റ്റ് ടൈമിൽ പണി ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഫേക്ക് അടിച്ചത്. അതേപോലെ തന്നെ വെച്ചാൽ മെസ്സിയുടെ ഒരു ബിഗ് ടൈം കാർഡ് ഇതുപോലെ കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് പേര് മെസ്സിയുടെ കാർഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം ഏത് കാർഡിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ വെച്ചാൽ ഓൾറെഡി നമുക്ക് ഇത്രയും പ്ലെയേഴ്സാണ് ലാസ്റ്റ് ലിസ്റ്റായിട്ട് കിട്ടിയത്. അതായത് ഈ ഒരു പ്ലെയർ ലിസ്റ്റിൽ ഉറപ്പായിട്ടും ഇത്രയും പ്ലെയേഴ്സ് ഉറപ്പായിട്ടും കയറുന്നതാണ്. അതായത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മുടെ ബെക്കാം ഓൾറെഡി ഉണ്ട്, റൊണാൾഡീനിയോ, ഓവൻ, കെന്നവേര, മറഡോണ, എംബാപ്പെ, മത്യൂസ്, മാൾഡിനി, പിന്നെ ടോമിയാസു, റൊമാരിയോ, റൈഗാർഡ്, വിയര. മച്ചാൻ ഇതിൽ നമ്മുടെ ഈറ്റോയും കൂടെ ചിലപ്പോൾ ആഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഞാൻ കുറേ എണ്ണത്തിൽ നോക്കിയപ്പം ഈറ്റോ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അപ്പം മിക്കവാറും നമ്മുടെ ഈറ്റോയും കൂടെ ചിലപ്പോൾ ആഡ് ചെയ്യും. അപ്പോൾ മച്ചാന്മാരെ നിലവിലുള്ള കാര്യങ്ങളൊക്കെ ഇതാണ്. പിന്നെ ഓൾറെഡി നമുക്കറിയാം നമ്മുടെ അരന്നെ പോയതുകൊണ്ട് ഡോർമുണ്ടോ അല്ലെങ്കിൽ ജുവൻറ്റാസോ ആയിരിക്കും മിക്കവാറും അവിടെ ട്രാൻസ്ഫർ ആയി കയറി വരുന്ന സ്റ്റേഡിയവും കാര്യങ്ങളും. പിന്നെ ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ കുറേ പ്ലേയേഴ്സിൻ്റെ ഇതൊക്കെ മാറി തുടങ്ങി. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലുള്ള അപ്ഡേറ്റും കാര്യങ്ങളും. എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ജൂലൈ ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും സെലക്ഷൻ കോൺട്രാക്ട് ആവട്ടെ മച്ചാന്മാരെ. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.